അവെയർനെസ്, അബ്സല്യൂട്ട് അവെയർനെസ്, അതിലാണ് എല്ലാ എക്സ്പീരിയൻസും ഈ ഫിസിക്കൽ റിയാലിറ്റികളും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. പക്ഷേ അത് അൺചേഞ്ചായിട്ട് നിൽക്കുന്നു. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഇവിടെ മനസ്സ് ഒരു മിറർ പോലെ അതിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്ന് റിയാലിറ്റീനെ റിഫ്ലക്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. മനസ്സ് ഒരു മിറർ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥ റിയാലിറ്റിയായ അവെയർനെസ്സാണ്, ആ ലിമിറ്റ്ലെസ് അവെയർനെസ്സാണ് നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. മനസ്സ് കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെയുള്ള ഞാനും ഇന്നുള്ള ഞാനും ഒന്നാണ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ റിയാലിറ്റിയിൽ കണ്ടിന്യൂറ്റി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സെപ്പോഴും ആ ഞാൻ എന്നുള്ള ഒരു ഈഗോ എന്ന് പറയുമ്പോൾ അഹങ്കാരം എന്നുള്ള ഒരു അർത്ഥം വരുന്നത് കൊണ്ട് ഈഗോ എന്നുള്ളതിനെ ഐഡൻറ്റിറ്റി എന്ന് പറയാം നമുക്ക്. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം, ആ ഒരു ഇലൂഷൻ ഇവിടെ സംഭവിച്ചാൽ അത് റിയാലിറ്റി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് അവെയർനെസ്, ആ ബോധം സ്വീകരിക്കുന്ന, ആ നിമിഷം സ്വീകരിക്കുന്ന ഒരു രൂപം മാത്രമാണ്. അടുത്ത സമയത്ത് ആ രൂപം മാറിപ്പോവും. പക്ഷേ അവെയർനെസ് മാറുന്നില്ല. യഥാർത്ഥ നമ്മൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മളതൊരു ജസ്റ്റ് ഒരു സ്ക്രീനല്ലേ, അതിനൊരു വാല്യൂ വരില്ലല്ലോ. പക്ഷേ ഇവിടെ സ്ക്രീൻ എന്ന് പറയുന്നത് സെൽഫ് ലൂമിനൻ്റ് ആണ്, സ്വയം പ്രകാശിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ സ്ക്രീനിനപ്പുറത്ത് ഒരു പ്രകാശം, അതിനപ്പുറത്ത് എന്താണ് എന്നുള്ളതില്ല. കാരണം സ്ക്രീൻ തന്നെ സ്വയം അറിയുന്ന ഒരു പ്രകാശമാണ് ഇവിടെ. അവെയർനെസ്, അവബോധം എന്നുള്ളത് സ്വയം എല്ലാം അറിയുന്നൊരു പ്രകാശമാണ്. അപ്പോൾ അതിന് മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല, അതിനപ്പുറത്ത് ഒന്നിൻ്റെയും ആവശ്യവുമില്ല. സ്വയം എല്ലാം അറിയുന്ന ഒന്നാണ്. പക്ഷേ ഈ സ്ക്രീൻ മൈൻഡ് ഒരു മിറർ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിലെ ദൃശ്യങ്ങളും, ആ അവെയർനെസ്സിലുണ്ടാകുന്ന ദൃശ്യങ്ങളും, അതൊരു ചിന്തയാണെങ്കിൽ അതും എല്ലാം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മിററായിട്ട് റിയാലിറ്റിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കണ്ടിന്യൂറ്റിയും ഉണ്ട്. കാരണം നമ്മൾ ഐഡൻറ്റിറ്റി, ഞാൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിന് കണ്ടിന്യൂറ്റി അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആകാശത്ത് ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടാകും, പക്ഷേ ആകാശം അങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഈ മേഘങ്ങൾ മാത്രം ഇങ്ങനെ പോകുന്നു, പക്ഷെ ആകാശം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ അവെയർനെസ് എന്ന് പറയുന്നതിന് ഒരു മാറ്റവും ഇല്ല. അത് അവിടെ ഓൾവേസ് പ്രസൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന തിരശ്ശീല ഒരിടത്തും സിനിമ മറ്റൊരിടത്തുമാണ് എന്നുള്ള അതല്ല. ആ തിരശ്ശീലയ്ക്ക് ഉള്ളിലാണ് എല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ആ തിരശ്ശീലയ്ക്കുള്ളിൽ ഒരു വലിയ തീ ഉണ്ടായാൽ പോലും ആ തിരശ്ശീലയ്ക്കൊന്നും സംഭവിക്കില്ല. കാരണം ഈ ഉണ്ടാകുന്നതെല്ലാം ഒരു മൂവിയാണ്. അതേപോലെ തന്നെയാണ് ഈ അവെയർനെസ്സിനും ഒന്നും അവിടെ ബാധിക്കില്ല. ഈ അവെയർനെസ്സിനുള്ളിൽ എന്തെല്ലാം രൂപങ്ങൾ അവെയർനെസ് എടുത്താലും, എന്തെല്ലാം എക്സ്പീരിയൻസ്, എന്തെല്ലാം ഇമോഷൻസ് അവിടെ സംഭവിച്ചാലും അതിൻ്റെ എല്ലാം റിയാലിറ്റി ഫിസിക്കലിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമെന്നല്ലാതെ അവെയർനെസ്സിനൊന്നും അവിടെ സംഭവിക്കില്ല. സന്തോഷം, വേദന, ഇവയെല്ലാം സ്വയം പ്രകാശിക്കുന്ന ആ തിരശ്ശീല തന്നെ എടുത്ത ഒരു വേഷങ്ങൾ മാത്രമാണ്. ആ വേഷങ്ങളെല്ലാം അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഓരോ നിമിഷവും മാറിക്കൊണ്ടേയിരിക്കും.
പക്ഷെ നമ്മൾ ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും ഒന്നാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു മൂവി പോലെ തുടർച്ച നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഈ റിയാലിറ്റി ആയിട്ട് കാണിക്കുന്ന ഒരു മിറർ എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് തന്നെയാണ്. ആ മൈൻഡാണ് ഈ ലോകം യഥാർത്ഥമാണ് എന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മൈൻഡിൻ്റെ ഒരു ഇല്യൂഷൻ, ഒരു തന്ത്രമാണ് ഈ റിയാലിറ്റി ഇത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവബോധം അത് മാത്രമാണ് സ്ഥിരമായിട്ട് അവിടെയുള്ള ഒന്ന്. ഇപ്പോൾ ഈ ലൈഫിൽ റിയാലിറ്റിയിൽ, ഫിസിക്കൽ റിയാലിറ്റിയിൽ എന്തെല്ലാം ഇവിടെ സംഭവിച്ചാലും നമ്മൾക്കിവിടെ വലിയൊരു കടൽ തന്നെ ഇവിടെ ആ റിയാലിറ്റിയിൽ നമ്മൾ കാണുന്നു. അതിലെ ഒരു തുള്ളി ജലം പോലും ആ സ്ക്രീനിലേക്ക് അനുഭവപ്പെടില്ല. ആ സ്ക്രീനിന് അതിലെ ഒരു തുള്ളി ജലം പോലും അതിനെ നനയിക്കില്ല. അതേപോലെ ഇവിടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടായാലും ആ ദുഃഖങ്ങളൊന്നും ആ സ്ക്രീനിനെ അവിടെ ബാധിക്കില്ല. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ പോലും ആ ഒരു സിനിമയിൽ ആ ചിത്രങ്ങളിങ്ങനെ യോജിപ്പിച്ച് ഇത്ര സെക്കൻഡിൽ ഇത്ര ഇമേജ് എന്ന് യോജിപ്പിച്ച് അതൊരു മൂവി പോലെ പ്ലേ ചെയ്യുന്നു. പക്ഷേ ആ സ്ക്രീനിന് എന്തെങ്കിലും, ഈ മൂവിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ആ സ്ക്രീനിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. പക്ഷേ ആ സ്ക്രീൻ പോലെയല്ല അവബോധം എന്ന് പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ്, സ്വയം അറിയുന്ന, അതറിയുന്ന ഒന്നാണ്. അപ്പോൾ പിന്നെ അത് തന്നെയാണ് എല്ലാമായിട്ടിരിക്കുന്ന ആ ഒരു അവബോധം. മനസ്സൊരു കണ്ണാടി പോലെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാണ്, ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം. സൃഷ്ടി ഉണ്ടാകുന്നത് മനസ്സൊരു കണ്ണാടി പോലെ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവബോധം എന്ന പ്രകാശത്തിന് മുന്നിൽ മനസ്സൊരു കണ്ണാടി പോലെ നിൽക്കുന്നു. ഇവിടെയാണ് സൃഷ്ടിയുടെ രഹസ്യം. അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ്, മനസ്സിലൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ റിയാലിറ്റി നമുക്ക് അനുഭവപ്പെടുന്നത്. ശുദ്ധമായ ആ ഒരു അവബോധം അതൊരു ഡിവൈൻ പ്രകാശമാണ്. അതിന് നിറമില്ല, രൂപമില്ല. എന്നാൽ ആ വെളിച്ചം മനസ്സ് എന്ന കണ്ണാടിയിൽ തട്ടുമ്പോൾ അത് പ്രതിഫലിക്കുന്നു. മനസ്സാകുന്ന കണ്ണാടിയിൽ എന്ത് ചിത്രമാണോ ഉള്ളത് അതാണ് പുറത്തെ ലോകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിനുള്ളിൽ എപ്പോഴെങ്കിലും അവിടെ ആ കണ്ടിന്യൂറ്റി ഫ്ലോ അല്പം ഇടവേള ഉണ്ടായാൽ, മനസ്സൊന്ന് ശാന്തമായാൽ, സ്ലോ ആയാൽ, നമുക്ക് ആ ഇടവേളകളിൽ ആ സ്ക്രീനിൻ്റെ യാഥാർത്ഥ്യത്തെ, ആ പ്രകാശത്തെ നമുക്കറിയാൻ സാധിക്കും. നമ്മളുടെ മനസ്സാകുന്ന കണ്ണാടിയിൽ ഭയമാണ് എങ്കിൽ റിയാലിറ്റിയിൽ പുറത്തുള്ള ലോകത്തും ഭയം ജനിപ്പിക്കുന്ന ആ ഒരു റിയാലിറ്റി ആയിരിക്കും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളുടെ മനസ്സിനുള്ളിൽ സ്നേഹമാണ്, എല്ലാവരോടും റെസ്പെക്റ്റാണ്, എല്ലാത്തിനോടും കമ്പാഷനാണ് എങ്കിൽ നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റിയും ആ ഒരു റിയാലിറ്റിയിലേക്ക് ചേഞ്ച് ആകും. പുറത്തുള്ള ഒരു സ്വതന്ത്രമായ റിയാലിറ്റി അല്ല, മറിച്ച് നമ്മളുടെ മനസ്സ് പ്രതിഫലിപ്പിക്കുന്ന നിഴലാണ് നമ്മൾ റിയാലിറ്റിയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മനസ്സാകുന്ന ഈ കണ്ണാടിയിൽ പലപ്പോഴും നമ്മളുടെ ബിലീഫ് സിസ്റ്റം, നമ്മളുടെ തന്നെ ഒരു ഇൻ്റലക്ച്വൽ, ലോജിക്കൽ മൈൻഡൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് ഒന്നും കൂടി നമ്മളെ ഹൈഡ് ചെയ്തിട്ട് അതിനുള്ളിൽ തന്നെ നമ്മളെ ലോക്കിക്കുക എന്നുള്ള ഒരു ധാരണ നമ്മളിലേക്ക് സത്യത്തെ മറച്ചു നിർത്തുന്നു. സത്യം എന്നുള്ള ഒരു പ്രകാശത്തെ ആ ഒരു മെൻ്റൽ ചാറ്ററിങ് മൂവി നമ്മളെ മറയ്ക്കുന്നു. തിരശ്ശീലയിൽ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയെ നമ്മൾ വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. കണ്ണാടിയിൽ മാറ്റിയാൽ, കണ്ണാടി അങ്ങോട്ട് മാറ്റിയാൽ, ആ പ്രതിബിംബം ഇല്ലാതാകുമ്പോൾ, അതുപോലെ തന്നെ മനസ്സ് നിശ്ചലമാകുമ്പോൾ അവിടെ പ്രതിഫലനങ്ങളെല്ലാം മാഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ ആ പ്രതിബിംബമല്ല, കണ്ണാടിയുമല്ല,
ആ പ്രകാശമാണ് എന്നുള്ള ഒരു അവബോധം അത് സ്വയം അറിയുന്നുണ്ടാവും. അപ്പോൾ മനസ്സിനെ ശുദ്ധമാക്കുക, അപ്പോൾ നമ്മളുടെ റിയാലിറ്റി മനോഹരമാകും. നമുക്കിപ്പോൾ നമ്മളുടെ റിയാലിറ്റി മനോഹരമാക്കണമെങ്കിൽ മനസ്സിനെ നമ്മൾ ശുദ്ധമാക്കുക. മനസ്സെന്ന കണ്ണാടിയെ നമ്മൾ തുടച്ച് നല്ല സ്ലോ ആക്കി നല്ല ഒരു പോസിറ്റീവായിട്ട് ഒരു വൈബിൽ വെക്കുകയാണെങ്കിൽ നമ്മളുടെ റിയാലിറ്റിയും അതുപോലെ ചേഞ്ച് ആവും. നമ്മൾക്ക് യഥാർത്ഥത്തെ നമ്മൾ അറിയണമെങ്കിൽ മനസ്സിനെ തോട്ട്ലെസ് സ്റ്റേജിൽ കൊണ്ടുവന്നാൽ ആ ഒരു സ്ക്രീൻ എന്നുള്ള ഒരു പ്രകാശത്തെ നമുക്ക് ഡയറക്റ്റ് അറിയാൻ സാധിക്കും. അതിനുള്ളിലാണ് ഈ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാകുന്നത്. ഈ മൂവി എല്ലാം അവിടെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സതിനെ റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഈ റിയാലിറ്റി എന്നുള്ളത് ഇല്യൂഷനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. സ്റ്റിൽ ഫ്രെയിമിൽ ആണ് നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നിശ്ചല ചിത്രങ്ങളാണ്, സ്റ്റിൽ ഫ്രെയിമുകളാണ് പലതും. അത് നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ വേഗത്തിൽ ചലിക്കുമ്പോഴാണ് ഒരു മൂവിയായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ എന്നൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ഇമേജുകളും നമ്മൾ കാണുന്ന കാഴ്ചയെക്കുറിച്ചുള്ള ഇമേജുകളും അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ റിയാലിറ്റിയിൽ അത് യാഥാർത്ഥ്യമെന്ന് അനുഭവപ്പെടും. നിമിഷങ്ങളുടെ ഒരു കൂട്ടമാണ് എല്ലാം. ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സാണ് എഡിറ്റർ. ചിത്രീകരിക്കുന്ന നിമിഷങ്ങളെ ഓർമ്മകൾ കൊണ്ട് കോർത്തിണക്കുന്നു. കഴിഞ്ഞ നിമിഷത്തെയും വരാനിരിക്കുന്ന നിമിഷത്തെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോഴാണ് സമയം എന്ന ആ ഒരു സിനിമ, ആ ഒരു റിയാലിറ്റി ഉണ്ടാകുന്നത്. അപ്പം കഴിഞ്ഞ നിമിഷവും വരാനിരിക്കുന്ന നിമിഷത്തെയും തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് അങ്ങനൊരു മൂവിയിലാണ് നമ്മൾ, റിയാലിറ്റിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ നമ്മളൊന്ന് നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മനസ്സ് സ്ലോ ആകും. ആ മെൻ്റൽ മൂവീനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മനസ്സ് സ്ലോ ആകും. അപ്പോൾ നമ്മൾ അവബോധ ആ തലത്തിലേക്ക്, തിരശ്ശീലയ്ക്ക്, നിശബ്ദതയുടെ ആ വിടവുകളിലൂടെ നമ്മൾ ആ ഒരു തിരശ്ശീലയെ അറിയാൻ സാധിക്കും. എന്നാൽ മനസ്സ് ആ വിടവുകളെ ഭാവനയും ചിന്തകളും കൊണ്ട് നിറച്ചു വയ്ക്കുന്നു. ഒരു ചിത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മനസ്സ് അതിവേഗം സഞ്ചരിക്കുമ്പോൾ ഇടയിലുള്ള നിശബ്ദത നാം അറിയുന്നില്ല. ആ നിശബ്ദമായിട്ടുള്ള ആ ഒരു അറിവ്, അവബോധം, അതാണ് യഥാർത്ഥമെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. വേഗതയാണ് ഈ മനസ്സിലെ ചിന്തകളുടെ സങ്കല്പങ്ങളുടെ വേഗതയാണ് ഈ തുടർച്ച, കണ്ടിന്യൂറ്റി നൽകിക്കൊണ്ട് നമ്മളുടെ റിയാലിറ്റിയിൽ നമ്മളെ തളച്ചിടുന്നത്. ഈ തോന്നൽ മനസ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സൂത്രം ആണ്, തന്ത്രമാണ്. ഞാൻ എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കലാണ് ഇന്നത്തെ ഞാനും ഇന്നലത്തെ ഞാനും നാളത്തെ ഞാനും ഒക്കെ ഒന്നാണെന്ന തോന്നൽ മനസ്സ് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. മിററാണല്ലോ. ആ ഒരു നൂലിലാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും മനസ്സ് കോർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മിററിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ് ഫിസിക്കൽ റിയാലിറ്റി എന്നുള്ള യാഥാർത്ഥ്യം. ആ ചെറിയ ഒരു റിയാലിറ്റിയാണ് യഥാർത്ഥം എന്നുള്ളത് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ മനസ്സ് നിശബ്ദമാകുമ്പോഴാണ് മനസ്സിലാകുക അവബോധം എന്നുള്ള അത്രയും എല്ലാമായിരിക്കുന്ന ആ ഒരു അറിവ് തന്നെ, ആ ഒരു പ്രകാശം തന്നെയാണ് യഥാർത്ഥ നമ്മൾ എന്നുള്ള സത്യം.